ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ വന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. ഇതിൻ്റെ ഷോക്കിൻ്റെ മൗണ്ടിങ്, സ്ട്രട്ടിൻ്റെ കിറ്റ്, അതായത് ഫ്രണ്ട് ഷോക്കിൻ്റെ കിറ്റ് നമുക്ക് എങ്ങനെ മാറാവുന്നതാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഷോക്ക് വെളിയിൽ നിന്ന് അഴിച്ചിട്ടുണ്ട്. ഷോക്ക് അഴിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രട്ട് കിറ്റ്, ഷോക്കിൻ്റെ കിറ്റ് എങ്ങനെ മാറുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ സ്ട്രട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്, അതായത് ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിറ്റാണ് നമുക്ക് മാറേണ്ടത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രട്ട് മൗണ്ട്, ഇതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നമുക്ക് അഴിച്ചു നോക്കാം. ഇതിനകത്ത് ഗ്രീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അഴിച്ചു നോക്കണം. ഈ മൗണ്ടിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒതുങ്ങി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രട്ട് കിറ്റ് നമുക്ക് മാറണം. ഷോക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കാം. സ്പ്രിംഗ് പുള്ളർ വെച്ചിട്ട് സ്പ്രിങ് ലോക്ക് ചെയ്ത് കംപ്രസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഷോക്കിനെ ഓരോ ഭാഗങ്ങളായിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ 17 നട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് പുള്ളർ വെച്ചിട്ട് നമുക്ക് സ്പ്രിങ് കംപ്രസ് ചെയ്ത് നിർത്താം. ഇപ്പോൾ സ്പ്രിംഗ് കംപ്രസർ വെച്ചിട്ട് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ 17 നട്ടും നമ്മൾ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ 17 നട്ട് അഴിച്ചെടുക്കുക. നട്ട് അഴിച്ച ശേഷം ഈ കപ്പാണ് ഊരി വരുന്നത്. ഇതിനകത്ത് ഒരു സ്പ്രിംഗ് വാഷർ കാണും. ഇതാണ് ഇതിൻ്റെ നട്ടിൻ്റെ അടിയിൽ വരുന്ന സ്പ്രിംഗ് വാഷർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കപ്പ് വരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതിൻ്റെ മൗണ്ടിങ് ആണ്. അതായത് ഇതാണ് ഇതിൻ്റെ മൗണ്ടിങ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ കപ്പാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സപ്പോർട്ടിംഗ് കപ്പാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബെയറിങ്ങിന് മുകളിൽ വരുന്ന വാഷർ വരുന്നു. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും, ഓൾറെഡി ഇതിൻ്റെ ബെയറിങ് പൊട്ടി പോയിരിക്കുകയാണ്. ബെയറിങ്ങിൻ്റെ പീസില്ല. ഇവിടെ ഒരു ബെയറിങ് കയറി വീഴാനുള്ള ഒരു പാത്തുണ്ട്, അതുപോലും ഇതിൽ ഇല്ല. ബെയറിങ്ങിൻ്റെ ഇത് നീഡിൽ ബെയറിംഗ് ആണ്. ഇത് റൗണ്ടായിട്ട് നീഡിൽ ബെയറിംഗ് വരേണ്ടതാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള പാർട്സ് എല്ലാം പോയിരിക്കുകയാണ്. ഇത് ബെയറിങ്ങിൻ്റെ അടിയിൽ വരുന്ന പാർട്സാണ്. ഇതിൻ്റെ കപ്പാണ് വരുന്നത്. ഇതിനുള്ളിൽ ഒരു റബ്ബർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബെയറിങ്ങിൻ്റെ പീസൊക്കെ ഇതിനുള്ളിൽ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബെയറിങ് പൊട്ടിയിട്ട് ഇതിൻ്റെ പീസൊക്കെ ഇതിനുള്ളിൽ, ഡിസ്ട്രിബ്യൂട്ടിനുള്ളിലായിട്ട് കയറി വീണു. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു 20,000 കിലോമീറ്റർ സ്ട്രട്ടിൻ്റെ കിറ്റ് നമ്മൾ മാറ്റി വിടണമെന്ന് പറയുന്നതിൻ്റെ കാരണം, സ്റ്റിയറിംഗ് ഈ ഒരു കണ്ടീഷനിൽ സ്റ്റിയറിംഗ് ഒക്കെ ടൈറ്റ് നല്ല രീതിയിൽ അനുഭവപ്പെടും. കാരണം ഇത് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ ആ ബെയറിംഗ് കൊടുത്തേക്കുന്നത്. ബെയറിംഗ് നല്ലപോലെ ഫ്രീ ആകുന്നില്ല, ഇതിൽ കിടന്ന് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ടൈറ്റ്, സ്റ്റിയറിംഗ് ഓടിക്കുന്ന സമയത്ത് കിടക്കിടക്കുക എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റഡിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ ഷോക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ ഒരു ബെയറിംഗ് കയറി വീഴുന്ന ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കൊക്കെ വരേണ്ടതാണ്. പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ടാണ് ആ ബെയറിംഗ് അതിൽ വരുന്നത്. ആ ഭാഗങ്ങളൊന്നുമില്ല, അതെല്ലാം പൊട്ടി പോയേക്കുകയാണ്. ഇതേപോലെയാണ് നമ്മൾ ഓൾറെഡി ഒരു ഷോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതിൻ്റെ ബെയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഇനി നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ ഷോക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഷോക്കിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഓയിൽ ടൈപ്പ് ഷോക്കാണ്. ഓയിൽ ടൈപ്പ് ഷോക്ക് താഴോട്ട് ചെറിയ രീതിയിൽ ഹാർഡായിട്ട് താഴോട്ടിറങ്ങും. അതുപോലെ തന്നെ മേളോട്ടും ചെറിയ രീതിയിലുള്ള ഹാർഡ് കാണും. അത് കറക്റ്റ് ഷോക്ക് തന്നെയാണ്. ഈ ഷോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓയിലേക്ക് വരും. ഓയിലേക്ക് വരുന്നത് കൂടാതെ തന്നെ ഇത് ഷോക്ക് ഫ്രീ ആയിട്ട് താഴോട്ടിറങ്ങി പോകും. അതുപോലെ തന്നെ മേളോട്ട് ടക്ക് ടക്ക് എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കേസിൽ ഷോക്കിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് പൂർണ്ണമായിട്ട് ഒതുങ്ങി താഴെ പോയി. ഈ ബെയറിങ് പൊട്ടാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ മൗണ്ടിങ് പോയിട്ട് ഷോക്കിന് ലോഡ് കൂടുതലായിട്ട് വന്നിട്ട് ബെയറിങ്ങിൽ അടിച്ചിട്ട്, അങ്ങനെ ബെയറിങ്ങിന് നല്ല രീതിയിലുള്ള ലോഡ് വന്നിട്ടാണ് ഇത്രയും ബെയറിങ് ഇങ്ങനെ പൊട്ടി പീസായിട്ട് പോയത്. ഇതിനകത്ത് ബെയറിങ്ങിൻ്റെ ഒരു പാർട്സ് പോലും ഇല്ല. ബെയറിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് വരണ്ടാണ്. ആ പ്ലാസ്റ്റിക് ഭാഗങ്ങളൊന്നുമില്ല. ആ പ്ലാസ്റ്റിക്കിലാണ് ഇങ്ങനെയാണ് ബെയറിങ് റൗണ്ടിൽ കയറി കിടക്കേണ്ടത്. അതിൻ്റെ മണ്ടയ്ക്കാണ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരേണ്ടത്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് മാറേണ്ടത്. കിറ്റിനകത്ത് ഈ പുതിയ ഐറ്റംസ് എല്ലാം കാണും. സ്ട്രട്ട് മൗണ്ട്, അതുപോലെ തന്നെ ബെയറിങ്, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെല്ലാം സ്ട്രട്ടിൻ്റെ കിറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ ഇത് ഫുള്ളായിട്ട് ഒതുങ്ങിപ്പോയേക്കാം. ഇതിന് ഏകദേശം ഇത്രയ്ക്ക് ഹൈറ്റ് വരേണ്ടതാണ്. ഇതിനകത്ത് ഹൈറ്റ് പൂർണ്ണമായിട്ടും താഴോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ മെറ്റൽ പാർട്സുകളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. എന്നിട്ട് പുതിയ സ്ട്രട്ടിൻ്റെ കിറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യാം. മറു സൈഡിലെ ഷോക്കിൻ്റെ ബെയറിങ് ഇത് പൊട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ സ്പ്രിംഗ് വാഷർ പൊട്ടിയിട്ടുണ്ട്. ആ 17 താഴെ വരുന്ന സ്പ്രിംഗ് വാഷർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഈ ഭാഗത്തായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബുഷൊന്നും ഇതിൽ കാണുന്നതേ ഇല്ല.
ഒന്നി ചിലപ്പോൾ നേരത്തെ ഇടാൻ മറന്നതാവാം, പക്ഷേ അത് അതിൻ്റെ ഒരു പീസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല, ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ 2 ഷോക്കിലും ഇവിടെ വരുന്ന ആ സ്റ്റോപ്പറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൽ ബെയറിങ് സപ്പോർട്ടായി കിടക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇല്ല. ഇതിൽ ബെയറിങ് പൊട്ടിയിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു ഷോക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെറ്റ് ചെയ്ത് സ്ട്രട്ട് കിറ്റ് മാറിയിട്ട് വെച്ചതാണ്. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള മെറ്റൽ പാർട്സുകളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ബെയറിങ് ഐറ്റംസ് വരുന്നത്. ഈ പാർട്സുകളൊക്കെയാണ് പുതിയത് വരുന്നത്, പഴയതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ സ്പ്രിങ്ങിൻ്റെ അവിടെ ഒരു ശകലം ഗ്രീസ് തേച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ടാണ് ആദ്യം ഇടേണ്ടത്. നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ആണ് ഇടേണ്ടത്. സ്പ്രിങ് ഇടുമ്പോൾ കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഇവിടെ വരുന്ന വെട്ട് കറക്റ്റായിട്ട് കയറ്റി ആ ഭാഗത്ത് തന്നെ കയറ്റി വെക്കുക. അതായത് ഇതാണ് ഇതിൻ്റെ വെട്ട്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാം. കറക്റ്റായിട്ട് കയറ്റി വെക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ കപ്പാണ് ഇടേണ്ടത്. നമുക്ക് ഇതാണ് ഇടേണ്ടത്. ഇതിൻ്റെ ഇവിടെ വരുന്ന റബ്ബർ. അപ്പോൾ ഇതിൽ നൈസായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് തൂക്കും. ഒരിക്കലും ഗ്രീസ് തൂക്കരുത്. ഗ്രീസ് തൂത്ത് കഴിഞ്ഞാൽ ഈ റബ്ബർ ബൾജായി പോവും, പിന്നെ ഇത് ക്രാക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും റബ്ബർ പാർട്സിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ജസ്റ്റ് നനയ്ക്കുകയും ചെയ്യാവൂ, അല്ലാതെ ഒരിക്കലും ഗ്രീസ് തേച്ചിടരുത്. അത് കഴിഞ്ഞിട്ട് ഈ റബ്ബറിൻ്റെ കപ്പാണ് നമുക്ക് ഇടേണ്ടത്. നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ട് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. സ്പ്രിങ്ങിൻ്റെ വെട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്ന പ്ലാസ്റ്റിക്കാണ്, ഓൾറെഡി പൊട്ടിപ്പോയ ആ പ്ലാസ്റ്റിക്കാണ് ഇടേണ്ടത്. അത് പുതിയ കിറ്റിനകത്ത് വരുന്ന ഇതാണ് അതിൻ്റെ പ്ലാസ്റ്റിക്. ജസ്റ്റ് കയറ്റി വെക്കുക. ഇതിൽ കറക്റ്റ് ലോക്ക് ചെയ്ത് നിർത്തുക. ഇനി നമുക്ക് ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ അടിയിൽ വരുന്ന പ്ലേറ്റാണ് ഇടേണ്ടത്. ബെയറിങ്ങിൻ്റെ പ്ലേറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ശകലം ഗ്രീസ് തേച്ച് കൊടുക്കുക. ഈ പ്ലേറ്റാണ് നമുക്ക് ഇടേണ്ടത്. ഈ പ്ലേറ്റ് കറക്റ്റായിട്ട് പ്ലാസ്റ്റിക്കിനുള്ളിലായിട്ട് കയറ്റിയിടുക. ആ പ്ലേറ്റിൻ്റെ മുകളിൽ ഗ്രീസ് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് ഇതിൻ്റെ നീഡിൽ ബെയറിംഗ് ആണ്. നീഡിൽ ബെയറിംഗ് കറക്റ്റായിട്ട് അതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹോളിൻ്റെ അകത്തായിട്ടാണ് നീഡിൽ ബെയറിംഗ് നിൽക്കുന്നത്. അതിനുള്ളിലായിട്ട് നീഡിൽ ബെയറിങ്ങിൻ്റെ മുകളിലും ഗ്രീസ് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് കറക്റ്റായിട്ട് ഇതിന് മുകളിൽ കയറ്റി വെക്കുക. ബാക്കി വരുന്ന ഗ്രീസ് ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ സീലാണ്. ഈ സീല് ഇവിടെയാണ് ഇടേണ്ടത്. കാരണം ഈ സീൽ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് നമ്മൾ നീഡിൽ ബെയറിങ്ങിന് ഇട്ട ഗ്രീസ് വെളിയിൽ പോകും. അതിനാണ് ഈ സീല് ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇടേണ്ടത് ഈ പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റി വെക്കുക. ഇനി നമുക്ക് ഈ കപ്പാണ് ഇടേണ്ടത്. ഈ കപ്പിന് ഒരു ശകലം ഗ്രീസ് തൂക്കുക. നമ്മൾ ഗ്രീസ് തൂത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കായിട്ട് കയറ്റി വെക്കുക. ഈ ഭാഗത്ത് ഗ്രീസും കാര്യങ്ങളൊക്കെ തുടച്ച് കളയുക. കാരണം ഇവിടെ റബ്ബർ മൗണ്ടിങ് വരുന്നതാണ്. അതുകൊണ്ട് റബ്ബർ ബൾജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഗ്രീസും കാര്യങ്ങളൊക്കെ തുടച്ച് കളയുക. കാരണം റബ്ബർ പാർട്സിൽ ഗ്രീസ് വന്നു കഴിഞ്ഞാൽ റബ്ബർ ബൾജായിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റബ്ബർ പാർട്സിൽ മാക്സിമം ഗ്രീസ് തൂക്കരുത്. ബ്രേക്ക് ഫ്ലൂയിഡ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള റബ്ബറാണ് ഇടേണ്ടത്. ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ റബ്ബറാണ്. ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി പ്രസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ലോക്കായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇടേണ്ടത് ഇതിൻ്റെ മെയിൻ മൗണ്ടിങ് ആണ്. അപ്പോൾ ആ മൗണ്ടിങ് ഇടുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ശകലം ബ്രേക്ക് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു പൊസിഷൻ ഉണ്ട്. ഈ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെയാണ്. ഇതിൽ ഓൾറെഡി അപ്പം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് മുകളിലായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക.
ഇതിൻ്റെ മുകളിൽ വരുന്ന കപ്പ് ഫിറ്റ് ചെയ്യുക. ഇതിന് ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഈ വെട്ടിനായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് താഴേക്ക് ഇറക്കി ഇടുക. ഇനി സ്പ്രിംഗ് വാഷർ ഇടുക. 15 നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് നട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നട്ട് ഇട്ടിട്ട് വാഷർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പ്രിംഗ് പുള്ളർ ലൂസ് ചെയ്തിട്ട് സ്പ്രിങ്ങിൻ്റെ കംപ്രസ് ചെയ്തേക്കുന്നത് റിലീസ് ചെയ്തെടുക്കണം. ഈ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഫുൾ ടൈറ്റ് ഷോക്കിൻ്റെ 15 ബോൾട്ട് 2 ഫുൾ ടൈറ്റ് ചെയ്യുന്നത് 2 ഷോക്കിൻ്റെയും കിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചപ്പോൾ കണ്ടതാണ്, ഒരു ബെയറിങ് പൊട്ടി പൂർണ്ണമായിട്ട് പോയേക്കുന്നു. ഒരു സൈഡിലേത് പൊട്ടിയിട്ടില്ല. ഇതിന് ഇടയ്ക്ക് വരുന്ന പ്ലാസ്റ്റിക് എല്ലാം പൊട്ടി പോയിരിക്കുകയാണ്. മൗണ്ടിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഷോക്ക് ഒരു 20,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഷോക്കിൻ്റെ സ്ട്രട്ട് കിറ്റ് മാറി വിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ടയർ തേയ്മാനം ഉണ്ടാവും, സ്റ്റിയറിങ്ങിൻ്റെ ടൈറ്റ് ഉണ്ടാവും. കാരണം ഇത്രയും ബെയറിങ് പൊട്ടി നിൽക്കുന്ന അവസരത്തിൽ എന്തായാലും സ്റ്റിയറിംഗ് ടൈറ്റ് നല്ല രീതിയിൽ ഉണ്ടാവും. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല, ഉടക്കിയായിരിക്കും തിരിയുന്നത്. അപ്പോൾ ആ സമയത്ത് സ്റ്റിയറിങ്ങിന് ടൈറ്റ് എന്തായാലും വരും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഓടിക്കുന്ന സമയത്ത് ക്ലിക്ക് എന്നുള്ള ഒരു വെട്ടിപ്പിടുത്ത ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് ഷോക്കിൻ്റെ ഭാഗത്തു നിന്ന് ലെഫ്റ്റാണ് പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്നോ, റൈറ്റ് ആണ് പോയിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നിന്നോ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കട്ടറി വീഴുമ്പോൾ സൗണ്ട് കാര്യങ്ങളെല്ലാം ഈ ഷോക്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. കാരണം ഇതിനകത്ത് സ്റ്റഡി ആ സെൻറ്ററിൽ വരുന്ന പ്ലാസ്റ്റിക് ഓൾറെഡി ഇല്ല, അത് പൊട്ടിപ്പോയി. ഇനി അത് ഇടാൻ മറന്നതാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ അത് ഇല്ല, അതിൻ്റെ ഒരു പീസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ബെയറിങ്ങിൻ്റെ പീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ബെയറിങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഗ്രീസും ഒരു തുള്ളി ഗ്രീസില്ല. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരു കാലങ്ങളായിട്ട് ഈ സ്ട്രട്ട് ഗ്രീസ് ചെയ്തിട്ടില്ല, സ്ട്രട്ട് അഴിച്ച് സർവീസ് ചെയ്തിട്ടില്ല. അതാണ് 20,000 കിലോമീറ്ററിൽ നമ്മളെപ്പോഴും ഒരു സ്ട്രട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മുടെ ടയറിൻ്റെ സ്ട്രട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യുക മാത്രമല്ല, സ്ട്രട്ട് കിറ്റ് മാറി വിടണം. കാരണം ഇത്രയും ഈ റബ്ബർ പാർട്സുകൾ ഒതുങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഒരു കാലയളവിൽ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ 2 സ്ട്രട്ടും അഴിക്കുക, ഷോക്ക് അഴിച്ചിട്ട് ഇതിൻ്റെ സ്ട്രട്ട് കിറ്റ് മാറി വിടുക. അപ്പോൾ ഈ 2 സ്ട്രട്ട് കിറ്റും നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ സ്ട്രട്ട് കിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.